ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയിലത്തെ 4ാമത്തെ പാഠമായ കീമോ റിസപ്ഷൻസ് ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററാണ്. അതില് ദ സീക്രട്ട് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ദാറ്റ് കൺട്രോൾ അവർ വേൾഡ്, അല്ലെ? നമ്മുടെ ലോകം തന്നെ കൺട്രോൾ ആവുന്നത് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കെമിക്കൽ മെസ്സഞ്ചേഴ്സിന്റെയും കൂടിയും സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ഇനി ടുഡേസ് കെമിക്കൽ കോസ്റ്റ് we will discover the secret chemical signals that control plants and animals. അപ്പോൾ ചെടികളെയും മൃഗങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു കെമിക്കൽ സിഗ്നൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം തുടക്കം എവിടെ നിന്നാണ്? അതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ FW വെന്റ് എന്ന് പറഞ്ഞ ഒരു ബോട്ടാനിസ്റ്റ് ഉണ്ടായിരുന്നു. അയാളൊരു നല്ലൊരു ക്ലവർ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഓട്ട് പ്ലാന്റിന്റെ ടിപ്പ് ഭാഗത്തിനെയാണ് കോളിയോപ്റ്റൈൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ഓട്ട് പ്ലാന്റ് ഉപയോഗിച്ചിട്ട് അയാൾ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ അയാൾ എന്ത് ചെയ്തു? ഹി കട്ട് എ ടിപ്പ് ഓഫ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് ഓൺ ആൻ അഗർ ജെല്ലി ബ്ലോക്ക്. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു ഓട്ട് പ്ലാന്റിന്റെ ടിപ്പ് കട്ട് ചെയ്തതിന് ശേഷം ആ ടിപ്പ് എടുത്തിട്ട് ആ അഗർ എന്ന് പറഞ്ഞൊരു ജെല്ലി പോലത്തെ ഉള്ള ഒരു സാധനത്തിൽ എന്ത് ചെയ്തു? ആ ടിപ്പ് വെച്ചു. ആ ടിപ്പ് അങ്ങനെ വെച്ചപ്പോ എന്ത് സംഭവിച്ചു? എ കെമിക്കൽ സബ്സ്റ്റൻസ് ഫ്രം ദ ടിപ്പ് സോക്ഡ് ഇൻടു ദ ജെല്ലി. അപ്പൊ ആ കോളിയോപ്റ്റൈലിൽ ഉണ്ടായിരുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് എല്ലാം അഗറിൽ വന്ന് ചേർന്നു. ഓക്കെ, അപ്പൊ അതിലുണ്ടായിരുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് എല്ലാം അഗറിൽ വന്ന് ഇരുന്നു. When he put this special jelly back on the cut plant, it grew. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഈ അഗറിനെ എടുത്തിട്ട് അവിടെ മുറിച്ച ഭാഗത്ത്, ആ ചെടിയുടെ മുറിച്ച ഭാഗത്ത് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഭാഗം മാത്രമായിട്ട് വളർന്നു. അപ്പോ ഇത് വളരാൻ കാരണമുണ്ടായ കെമിക്കലിന്റെ പേരാണ് ഓക്സിൻ എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാം, അഗർ വെച്ച ഭാഗം മാത്രമാണ് വളർന്നിരിക്കുന്നത്, മറ്റേ ഭാഗം വളർന്നിട്ടില്ല. അവിടെ വളരാത്തോണ്ടാണ് ഇങ്ങനെ ഒരു ബെൻഡ് സംഭവിച്ചത്. ഓക്കെ, എങ്ങനെയാണ് ഓക്സിൻ ആദ്യമായി കണ്ടുപിടിച്ചത്? ഓക്സിൻ എന്നൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടെന്ന് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഹോർമോൺസ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ദ ലോക്ക്, അല്ലെ, പൂട്ട്. അതായത് ലോക്ക് എന്ന് പറയുന്നത് ടാർഗറ്റ് സെല്ല്. നമ്മൾ ഒരു ടാർഗറ്റ് വേണം, ഒരു ഹോർമോണിന് ഒരു ടാർഗറ്റ് വേണം. അപ്പൊ ഹോർമോൺസ് ഡോണ്ട് എഫക്ട് എവറി സെൽ. ഹോർമോൺസ് എല്ലാ സെല്ലിനെയും എഫക്ട് ചെയ്യില്ല. ദി ഓൺലി വർക്ക് ഓൺ സ്പെസിഫിക് ടാർഗറ്റ് സെൽസ്. ഈ ഹോർമോൺസ് എവിടെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? അവരുടേതായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് സെൽസ് ഉണ്ട്, അവിടെ മാത്രമാണ്. സ്പെസിഫിക് ആയിട്ടുള്ള അവർക്കൊരു സെല്ലുണ്ട്, അവിടെയാണ് ആ ഹോർമോൺസ് വർക്ക് ചെയ്യുക. അതിനെയാണ് ടാർഗറ്റ് സെൽസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് കീ ഹോൾ. അതായത് ഒരു പൂട്ടുണ്ടെന്ന് ആലോചിക്കുക. അപ്പൊ ആ പൂട്ടാണ് നമ്മുടെ ആവശ്യം, നമ്മുടെ അല്ല, ഹോർമോണിന്റെ ആവശ്യം. അപ്പൊ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടാർഗറ്റ് സെൽ. ഇനി റിസപ്റ്റേഴ്സ്. എന്താണ് റിസപ്റ്റേഴ്സ്? ടാർഗറ്റ് സെൽസ് ഹാവ് സ്പെഷ്യൽ റിസപ്റ്റേഴ്സ് ഓൺ ദെയർ സർഫേസ്. അപ്പൊ ഈ പറയുന്ന ടാർഗറ്റ് സെൽസിന് ഒരു പ്രത്യേക റിസപ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ സർഫേസിൽ, ഉപരിതലത്തില് ഒരു പ്രത്യേക റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈച്ച് റിസപ്റ്റർ ഹാസ് എ പെർഫെക്റ്റ് ഷേപ്പ് ഫോർ ഇറ്റ്സ് ഹോർമോൺ. ഓരോ റിസപ്റ്ററിനും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അവരുടെ ഹോർമോൺസിന് വേണ്ടിയുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട് ആ റിസപ്റ്ററിന്. പിന്നെ ഹോർമോൺ വന്നു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ആവും. ഇപ്പൊ പൂട്ടിന്റെ ഉള്ളിൽ ചാവി ഇടുന്നത് എങ്ങനെയാണ്? ശരിയായിട്ടുള്ള ടൈപ്പുള്ള ചാവി ആണെങ്കിൽ മാത്രമാണ് എന്താവുക, ആ ഒരു ഇതിൽ ഫിക്സ് ആവുള്ളൂ, അല്ലെ? അതിനെയാണ് ഇവിടെയും പറയുന്നത്. ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഹോർമോൺ, ആ ഹോർമോണിന്റെ പെർഫെക്റ്റ് ഷേപ്പിൽ അത് വരിക.
ആ പെർഫെക്റ്റ് ഷേപ്പ് അല്ലാത്ത ഹോർമോൺസ് ഒന്നും ഇതിലൊന്നും റിസപ്റ്റേഴ്സിൽ പെടില്ല. ആ പെർഫെക്റ്റ് ഷേപ്പ് ഈ പൂട്ടും ചാവിയും വിചാരിച്ചാൽ മതി. ചാവിയുടെ കൃത്യമാകൃതിയിലാണ് പൂട്ട് വരുന്നതെങ്കിൽ മാത്രമാണ് പൂട്ട് തുറക്കുള്ളൂ. അതേപോലെ റിസപ്റ്റേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഷേപ്പിലുള്ള അതിന്റെ ഹോർമോൺ എന്ന് തിരിച്ചറിയാൻ ആ സെല്ലിന്റെ റിസപ്റ്റർ ഒരു ഷേപ്പ് ഉണ്ടാവും. ആ ഷേപ്പിനോട് യോജിച്ചാൽ മാത്രമാണ് ഇവിടെ റിസപ്റ്റേഴ്സിൽ വരാൻ സാധിക്കുള്ളൂ ഹോർമോണിന്. ഇനി ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹോർമോൺ. ഈ ഹോർമോണിനെ കീ ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, പിന്നെ റിസപ്റ്ററിനെ ലോക്കായിട്ടും സങ്കല്പിക്കുകയാണെങ്കിൽ, അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്നുള്ളത്. അപ്പോൾ ഹോർമോൺ എന്ന് പറയുന്നത് ഒരു കീ ആണ്. റിസപ്റ്ററിനെ ലോക്കായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആയിട്ട് മാറണമെങ്കിൽ എന്താവണം? ഒരു സെല്ലിന്റെ ഫംഗ്ഷൻ അത് അൺലോക്ക് ആണ് അല്ലെ? ഈ ഹോർമോൺ ഈ സെല്ലിന്റെ അവിടേക്ക് വരുന്നു, സെല്ലിൽ റിസപ്റ്ററിന്റെ അവിടേക്ക് വരുന്നു. അപ്പൊ അവിടെ എന്താവുന്നു? അത് അൺലോക്ക് ആവുന്നു. അങ്ങനെ സങ്കല്പിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഹോർമോൺസ് സഞ്ചരിക്കുന്നത്? ഹൗ ഡു ദേ ട്രാവൽ? എങ്ങനെയാണ് ഈ ഒരു ഹോർമോണിന്റെ ഡെലിവറി അല്ലെ? ഹോർമോൺ എങ്ങനെയാണ് ഡെലിവർ ആവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ മൃഗങ്ങളില് endocrine glands release hormones directly into the bloodstream, which acts like a superhighway to carry them all over the body. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതെന്ത് ചെയ്യും? ഹോർമോൺസിനെ റിലീസ് ചെയ്യും. ഈ ഹോർമോൺസിനെ നേരെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ വിച്ച് ആക്ട്സ് ലൈക്ക് എ സൂപ്പർ ഹൈവേ ടു ക്യാരി ദം ഓൾ ഓവർ ദ ബോഡി. അപ്പൊ ശരീരത്തില് ഈ രക്തത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ രക്തമുണ്ട് അല്ലേ? ഈ ശരീരത്തിൽ എല്ലാ ദിക്കിലേക്കും എന്താവും? ചെല്ലും. ഓക്കെ, ഒരു സൂപ്പർ ഹൈവേ പോലെ അല്ലെ, എല്ലാ ദിക്കിലേക്കും എത്തുന്നത് പോലെ ആകാൻ സാധിക്കും. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് മൃഗങ്ങളില് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. എങ്ങോട്ട്? ബ്ലഡ് സ്ട്രീമിൽ, രക്തത്തിലേക്ക്. ഇനി ചെടികളിലാണെങ്കിലോ ഹോർമോൺസ് എന്ത് ചെയ്യും? ഇവിടെ വളരെ പതുക്കെയാണ്, ചെടികളിൽ ഹോർമോൺസ് വളരെ പതുക്കെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഓരോ സെല്ലിൽ നിന്നും സെല്ലിലോട്ടാണ് ഹോർമോൺസ് സഞ്ചരിക്കുക. അല്ലെങ്കിൽ ചെടികളുടെ സൈലം ഫ്ലോയം വഴിയാണ് സഞ്ചരിക്കുക. രണ്ട് രീതിയിൽ ചെടികളിൽ ഹോർമോൺസ് സഞ്ചരിക്കാം. ഒന്നുകിൽ സെല്ലിൽ നിന്ന് സെല്ലിലോട്ട്, അല്ലെങ്കിൽ സൈലോം ഫ്ലോയം വെസൽസ് അതിലൂടെയും സഞ്ചരിക്കുന്നതാണ്. ഇങ്ങനെയാണ് മൃഗങ്ങളിലും ചെടികളിലും ഹോർമോൺസ് സഞ്ചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചെടികള് ലൈറ്റിന്റെ ഭാഗത്തോട്ട് ബെൻഡ് ചെയ്യുന്നത്? അപ്പൊ ഏതൊക്കെ ചെടികൾ ലൈറ്റിന്റെ അവിടേക്ക് ബെൻഡ് ചെയ്യുന്നു അതിനെയാണ് ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കുന്നത്. ലൈറ്റിന്റെ ദിശയിലേക്ക് ചെടികൾ വളയുന്നതിനെയാണ് ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കുന്നത്. ഇനി ഒരു സിമ്പിൾ റൂള് പറയുകയാണ്, ഓക്സിൻ ഹേറ്റ്സ് ലൈറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഓക്സിൻ ഇല്ലേ, ആ ഓക്സിൻ എന്താണ്? ലൈറ്റ് ഇഷ്ടമല്ല എന്ന് കരുതുക. ഓക്കെ, അപ്പോ ആദ്യം എന്താണ് സംഭവിക്കുന്നത്? ഓക്സിൻ മൂവ്സ് ടു ദ ഷെയ്ഡി സൈഡ് ഓഫ് ദ സ്റ്റെം. ഓക്സിൻ എങ്ങോട്ട് സഞ്ചരിക്കും? ഈ ചെടിയുടെ സ്റ്റെമ്മില്, ഈ ചെടിയുടെ സ്റ്റെമ്മ്, ആ സ്റ്റെമ്മിന്റെ ഷെയ്ഡ് ആയിട്ടുള്ള ഭാഗം, അതായത് ലൈറ്റ് ഇല്ലാത്ത ഭാഗത്തോട്ട് ഓക്സിൻ നീങ്ങി. ഇനി വളരുന്നതോ? മോർ ഓക്സിൻ ഓൺ ദ ഷെയ്ഡി സൈഡ് മേക്സ് ദോസ് സെൽസ് ഗ്രോ ലോങ്. അല്ലെ, ഓക്സിൻസ് സ്റ്റെമ്മിന്റെ ഷെയ്ഡായ ഭാഗത്തോട്ട് എന്ത് സംഭവിക്കും? ആ ഷെയ്ഡായ ഭാഗം നല്ലോണം വളരും. മറ്റേ വെളിച്ചുള്ള ഭാഗം വളരാണ്ട് വരും അല്ലെ? അതുകൊണ്ടാണ് ഈ ഒരു ചെടിക്ക് ബെൻഡിങ് വരുന്നത്. The shady side grow faster, pushing the entire stem to bend towards the light. അപ്പൊ ചെടിയുടെ ഷെയ്ഡായ ഭാഗത്ത്, ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഷെയ്ഡായ ഭാഗത്ത് ഓക്സിൻസ് ഇവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്നത് കണ്ടോ?
ഓക്സിൻസ് ഇവിടെ അടിഞ്ഞുകൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ലെഫ്റ്റ് സൈഡ് മാത്രം വളരാൻ തുടങ്ങി, റൈറ്റ് സൈഡ് വളരാണ്ടേയായി. റൈറ്റ് സൈഡ് വളരാണ്ടേയായപ്പോൾ എന്ത് സംഭവിച്ചു? ആ ചെടി ഇങ്ങനെ വളയുക, ഇങ്ങനെ വളയാൻ സാഹചര്യം ഉണ്ടായി. ഓക്കെ, അതാണ് ഇവിടെ ചിത്രത്തിൽ കാണിക്കുന്നത്. ഓക്സിൻസ് ലെഫ്റ്റ് സൈഡോട്ട് അടിഞ്ഞു കൂടിയപ്പോൾ ഷെയ്ഡായിട്ടുള്ള ഭാഗത്തോട്ട് പോയി, അങ്ങനെ ഓക്സിൻസ് ഇല്ലാത്ത ഭാഗം വളരാണ്ടയായി, ഓക്സിജൻ ഉള്ള ഭാഗം വളർന്നുകൊണ്ടേയിരുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഒരു ചെടി വളയുകയുണ്ടായി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ആളുകളെയാണ്. ചെടിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച ഓക്സിൻ. ഓക്സിൻ എന്ന് പറയുന്നത് എന്താണ്? ദ ഗ്രോവർ അല്ലെ, വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് ഓക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിൻ എന്താണ്? പ്രൊമോട്ട് സ്റ്റെം എലോങ്ങേഷൻ, അതായത് ചെടികളുടെ സ്റ്റെം വളരാൻ വേണ്ടി സഹായിക്കും. ആൻഡ് ഇൻഹിബിറ്റ് സൈഡ് ബഡ്സ്, അതേപോലെ തന്നെ ബഡ്സുകൾ ഫോം ചെയ്യാനും സഹായിക്കും. ഓൾസോ ഹെൽപ്സ് ഇൻ ഫോമിങ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടാവാനും ഈ ഓക്സിൻ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് എന്ത്? ഗിബർലിൻ. ഗിബർലിൻ എന്ന് പറഞ്ഞാൽ സ്പ്രൗട്ട് അല്ലെ. അപ്പൊ ചെടി വിത്തൊക്കെ മുളയ്ക്കുവാനായിട്ട് വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ഗിബർലിൻ എന്ന് പറയുന്നത് ആളാണ്. ബ്രേക്സ് സീഡ് ഡോർമൻസി. അപ്പോ തുടക്കത്തിലുള്ള ഈ വിത്ത് പൊടിഞ്ഞ ഒരു ചെടിയായിട്ട് മാറാൻ സഹായിക്കുന്നത് ആരാണ്? ഈ ഗിബർലിൻ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, പ്രൊമോട്ട്സ് ഫ്രൂട്ട് ആൻഡ് സീഡ് ഗ്രോത്ത്. അദ്ദേഹം എന്ത് ചെയ്യും? ഫ്രൂട്ട് വളരാനും ആ ഒരു വിത്ത് വളരാനും ആയിട്ട് സഹായിക്കും. ഇനി അടുത്തതാണ് സൈറ്റോകൈനിൻസ്. സൈറ്റോകൈനിൻസ് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ്സ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ നടത്തുന്നത്, സെല്ലുകൾ പുതിയതായിട്ട് സെൽ ഡിവിഷൻ നടത്തുന്നത് സൈറ്റോകൈനിൻസ് ആണ്. സെൽ ഡിവിഷനെ മൈറ്റോസിസ് എന്നും പറയും. സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഉണ്ടായി, ആ സെല്ലിനെ ഒരു സെല്ല് എന്നുള്ളത് 2 സെല്ലാവും, ഈ 2 സെല്ലിൽ നിന്നുള്ളത് പിന്നെ 4 സെല്ലാവും. അങ്ങനെ ഡിവിഷൻ നടത്തുന്നതാണ് എന്ത്? സെൽ ഡിവിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈറ്റോകൈനിൻസ് ആണ് ഇതിനു വേണ്ടി സഹായിക്കുന്നത്. പ്രൊമോട്ട്സ് സൈഡ് ബഡ് ഗ്രോത്ത് ആൻഡ് ഡിലേസ് ഏജിങ്. അപ്പോൾ ഏജിങ് എല്ലാം ഡിലേ ചെയ്യുന്നതാണ്. അത് പെട്ടെന്ന് അങ്ങനെ ഏജിങ് ആവാണ്ട് നോക്കുന്നതും പിന്നെ ബഡ് ഗ്രോത്ത് എല്ലാം നോക്കുന്നതും ആരാണ്? ഈ സൈറ്റോകൈനിൻസ് ആണ്. പിന്നെ കീപ്പിംഗ് ലീവ്സ് ഗ്രീൻ, ഇലകളുടെ പച്ച നിറം നിലനിർത്തുന്നതും ഈ സൈറ്റോകൈനിൻസ് എന്ന് പറയുന്ന ആളാണ്. ഈ 3 ആൾക്കാരാണ് പ്രധാനമായിട്ടും ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. ഇനി പ്ലാന്റിനെ കൺട്രോൾ ചെയ്യുന്ന ടീമിനെ കുറിച്ച് നമുക്ക് പറയാം. നേരത്തെ വളർച്ചയ്ക്ക് കാരണക്കാരായ ആൾക്കാരും ഇപ്പൊ നമ്മൾ പറയണത് പ്ലാന്റിൽ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. പ്ലാന്റിൽ കൺട്രോൾ ചെയ്യുന്നത് എത്തിലീൻ എന്ന് പറയുന്ന ഒരാള്. എത്തിലീൻ എന്ന് പറഞ്ഞാൽ റൈപ്പനിയൻ, പഴുക്കാനായി. എത്തിലീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്യാസ് ഹോർമോൺ ആണ്. ഇറ്റ് പ്രൊമോട്ട്സ് ദ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ഓൾസോ കോസസ് ദ ഏജിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോ ചെടികളില് ഫ്രൂട്ട്സ് എല്ലാം പഴുക്കുവാൻ, ഫ്രൂട്ട്സ് എല്ലാം എന്താണ് പഴുക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് എന്ത്? എത്തിലീൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ചെടികളിലെ ഇലകളെല്ലാം വാടുന്നത്? ഇലകളും പൂക്കളെല്ലാം വാടാൻ സഹായിക്കുന്നത് എത്തിലീൻ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഒരു 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 സമയം കഴിഞ്ഞ ഇലകളൊക്കെ വാടണം അല്ലെ. ഇലകളിലൊക്കെ എന്തായിരിക്കും? പ്രവർത്തനക്ഷമമായിട്ട് മാറും. അപ്പൊ അതെല്ലാം ഇലകൾ കൊഴിഞ്ഞു പോയാലാണ് ആ ചെടിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോ ആവശ്യമില്ല, ഒരു സമയം കഴിഞ്ഞ ചെടികളുടെയും ഇലകളുടെയും പൂക്കളുടെയും എല്ലാം വളർച്ച നിർത്തണം. അവരെ എന്താ പറയാ, അവരെ ഒരു സമയം കഴിഞ്ഞാൽ അവരെ നിലനിർത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇലകൾ അല്ലെങ്കിൽ പൂക്കള് പോകുവാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ഈ എത്തിലൈൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഇതൊരു ഗ്യാസ് ഹോർമോൺ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം.
ഇനി അടുത്തതാണ് അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡ് ABA എന്നും എഴുതും. ഓക്കെ, ഒരു ഇൻഹിബിറ്റർ ആണിത്. ഇതെന്ത് ചെയ്യും? സ്റ്റോപ്പ് സിഗ്നൽ, ഒരു സ്റ്റോപ്പ് സിഗ്നൽ പോലെ വർക്ക് ചെയ്യുന്ന എന്ന് പറയാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മെയിൻറ്റെയിൻസ് സീഡ് ഡോർമൻസി അല്ലെ. അതായത് ഒരു വിത്ത് പെട്ടെന്ന് വളരാണ്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഇൻഹിബിറ്റ്സ് ഗ്രോത്ത് ഡ്യൂറിങ് സ്ട്രെസ് ലൈക്ക് എ ഡ്രൗട്ട് ആൻഡ് കോസസ് ലീവ്സ് ഓർ ഫ്രൂട്ട് ടു ഫോൾ. അപ്പൊ എന്തിനായിരിക്കാം ഇതേപോലെ സീഡ് ഡോർമൻസി ചെയ്യുന്നത്? അബ്സിസിക് ആസിഡ് സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ സീഡ് വളരാനുള്ള എന്താ പറയാ, മുളയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ അബ്സിസിക് ആസിഡ്. അപ്പൊ എന്തുകൊണ്ടാണ് മുളയ്ക്കാണ്ടിരിക്കുന്നത് അല്ലെ? അപ്പോ എല്ലാ ചെടികളും ഒരു സമയമുണ്ടല്ലേ, എല്ലാ ചെടികൾക്കും ആ ചെടികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സീസണുകളുണ്ട്. അപ്പൊ ആ സീസണിലാണ് ആ ചെടികൾ വളരേണ്ടത്. അപ്പൊ ആ സീസണിന് പകരം അവർക്ക് ഫേവറബിൾ അല്ലാത്ത സീസണിൽ വളർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ചെടി ഇല്ലാണ്ടാവും. അപ്പൊ ആ ചെടി ഇല്ലാണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സീഡ് ഡോർമൻസി എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നത്. അതായത് ജെർമിനേഷൻ നടക്കുന്നത് കുറച്ചൊന്ന് ഡിലേ ചെയ്യുന്ന രീതി. അപ്പൊ ഇവിടെ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ഡിലേ നടത്തുന്നു എന്ന് മാത്രം. ജെർമിനേഷന്റെ കേസിലെല്ലാം ഒരു ഡിലേ നടത്തുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇൻഹിബിറ്റ്സ് ഗ്രോത്ത് ഡ്യൂറിങ് സ്ട്രെസ് ലൈക്ക് എ ഡ്രൗട്ട്. ഈ വരൾച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ചെടിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒന്ന് ഡിലേ ചെയ്യും. സീഡിന്റെ കാര്യമാണെങ്കിൽ ആ സീഡ് ഈ വരൾച്ചയുള്ള സമയത്തൊക്കെ സീഡ് വളരുന്നത് ഒന്ന് ഡിലേ ചെയ്യും. കാരണം വരൾച്ചയുള്ള സമയത്ത് സീഡ് വളർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊന്നും കിട്ടില്ല. വരൾച്ച സമയത്തെല്ലാം ഈ സീഡ് വളരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ അബ്സിസിക് ആസിഡ് ശ്രമിക്കും. ഇനി ആൻഡ് കോസസ് ലീവ്സ് ഓർ ഫ്രൂട്ട്സ് ടു ഫോൾ. ഇനി ഈ പറയുന്ന നേരത്തെ റൈപ്പൻ ചെയ്തു അല്ലെ, ഈ ഫ്രൂട്ട്സിനും ഇലകൾക്കെല്ലാം ഏജിങ് സംഭവിച്ചു. അപ്പോ ഈ ഏജിങ് സംഭവിച്ചിട്ട് അവരിങ്ങനെ എന്താ പറയാ, ചെടിയിൽ വെച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ അവര് കൂടുതൽ ഭാരമുള്ളത് പോലെയാവും. അപ്പൊ അവരെ ചെടികളിൽ നിന്നും റിമൂവ് ചെയ്യണത് ഈ ഒരു അബ്സിസിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ എത്തിലീനും പറഞ്ഞു, അബ്സിസിക് ആസിഡ് എന്താണെന്നും പറഞ്ഞു. അപ്പൊ നമ്മളുടെ ഫാമുകളിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഹോർമോൺസിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഹോർമോൺസ് വി യൂസ് ഓൺ ദ ഫാം. ഇനി സിന്തറ്റിക് ഹോർമോൺ. ഓക്കെ, സിന്തറ്റിക് ഹോർമോണിൽ ഏതൊക്കെയാണ്? സിന്തറ്റിക് ഓക്സിൻ, സിന്തറ്റിക് ഗിബറലിൻ, സിന്തറ്റിക് എത്തിലിൻ. എന്താണ് സിന്തറ്റിക് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിന്തറ്റിക് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലി ആയിട്ട് ഉണ്ടാക്കിയ ഹോർമോൺസിനെയാണ് സിന്തറ്റിക് ഹോർമോൺസ് എന്ന് പറയുക. ആർട്ടിഫിഷ്യലി ആയിട്ട് ലാബിലൊക്കെ കെമിക്കൽസ് കൊണ്ട് ഉണ്ടാക്കുന്നത് ആണ് എന്ത് പറയുന്നത്? സിന്തറ്റിക് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോ ഇവര് ചെടികളിലുള്ള ഹോർമോൺസ് പോലെയാണ് വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അതേപോലെ ആക്കിയെടുക്കുന്നതാണ് സിന്തറ്റിക് ഹോർമോൺസ്. അതിലത്തെ ഒന്നാണ് സിന്തറ്റിക് ഓക്സിന്, സിന്തറ്റിക് ഗിബറലിൻ, സിന്തറ്റിക് എത്തിലീൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് അഗ്രികൾച്ചറിൽ ഉപയോഗിക്കുന്നത്? കൃഷിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? സിന്തറ്റിക് ഓക്സിൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സിന്തറ്റിക് ഓക്സിൻസ് യൂസ് ടു ഇൻഡ്യൂസ് റൂട്ട് ഫോർമേഷൻ ഇൻ സ്റ്റെം കട്ടിങ്സ്, ഓൾസോ യൂസ്ഡ് ആസ് എ weedicide. സിന്തറ്റിക് ഓക്സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ടു ഇൻഡ്യൂസ് റൂട്ട് ഫോർമേഷൻ ഇൻ സ്റ്റെം കട്ടിങ്സ്. അതായത് ഒരു ചെടിയുടെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കുക. ഈ സ്റ്റെമ്മ് കൊണ്ട് മാത്രം
ഈ ഒരു ചെടിയുടെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്തു. ഈ സ്റ്റെമ്മ് എടുത്തിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ റൂട്ട് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ തന്നെ റൂട്ട് ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിന്തറ്റിക് ഓക്സിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സ്റ്റെമ്മില് ഈ സിന്തറ്റിക് ഓക്സിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട്സ് തന്നെ വരും. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചറിൽ, അതായത് കൃഷിയിലൊക്കെ ഇതിന്റെ ആവശ്യം വരും. സ്റ്റെമ്മുകളിൽ എന്ത് ചെയ്യും? ഈ സിന്തറ്റിക് ഓക്സിൻസ് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവിക തന്നെ എന്ത് സംഭവിക്കും? റൂട്ട് ഇവിടെ ഉണ്ടാവും. മാത്രമല്ല ഇതൊരു വീഡിസൈഡ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ എന്താണ് വീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചെടികൾ, അല്ലെ? നമുക്ക് ആവശ്യമുള്ള ക്രോപ്സ് ആയിട്ടുള്ള ആ ചെടികളുടെ കൂടെ ആവശ്യമില്ലാത്ത ചെടികൾ വളർന്ന് എന്ത് സംഭവിക്കും? നമുക്ക് ആവശ്യമുള്ള ക്രോപ്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ക്രോപ്സ് നന്നായി വളരില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വീഡിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ വീഡ്സുകളെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ വീഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളുടെ നമുക്ക് ആവശ്യമുള്ള ക്രോപ്സിന്റെ കൂടെ അനാവശ്യ ചെടികൾ വളരുന്നു. ഓക്കെ, എന്തിനായിരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത ചെടികൾ നമുക്ക് ആവശ്യമുള്ള ക്രോപ്സിന്റെ കൂടെ വളരുന്നത്? ആ ചെടികളിൽ സോയിലിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലേ? അപ്പൊ ഈ വീഡ്സ് വളർന്ന് എന്താ പ്രശ്നം ഉണ്ടാവുക? നമ്മുടെ മെയിൻ ക്രോപ്പിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ചയെ ബാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സിന്തറ്റിക് ഓക്സിൻ ഉപയോഗിക്കുന്നത്. സിന്തറ്റിക് ഓക്സിൻ വീഡിസൈഡ് ആയിട്ടും പ്രവർത്തിക്കും. 2,4-D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,4-ഡൈക്ലോറോ ഫിനോക്സിയാസ്റ്റിക് ആസിഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. 2,4-D അങ്ങനെ പഠിച്ചാൽ മതി. 2,4-ഡൈക്ലോറോ ഫിനോക്സി അസറ്റിക് ആസിഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറയുന്നത് സിന്തറ്റിക് ഓക്സിനിലുള്ളതാണ്. ഇത് വീഡ്സിനെ കില്ല് ചെയ്യാൻ യൂസ് ചെയ്യും. ഓക്കെ, ഇതെങ്ങനെയാണ് കില്ല് ചെയ്യുന്നത്? വീഡ്സിന്റെ നാച്ചുറൽ ഗ്രോത്തിനെല്ലാം ബാധിക്കുന്ന രീതിയിൽ, അപ്പോ അവരുടെ നാച്ചുറൽ ഗ്രോത്തിനെ എല്ലാം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് തന്നെ അവരെ അബ്നോർമൽ ആയിട്ട് ഗ്രോ ചെയ്യിപ്പിക്കും. അങ്ങനെ എന്ത് സംഭവിക്കും? ആ വീഡ്സ് എല്ലാം ഇല്ലാണ്ടാവും. ഇനി അടുത്തതാണ് സിന്തറ്റിക് ഗിബെർലിൻ. സിന്തറ്റിക് ഗിബെർലിൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ടു ഇൻക്രീസ് ദ സൈസ് ഓഫ് ഫ്രൂട്ട്സിന്റെ വലിപ്പം കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് സിന്തറ്റിക് ഗിബെർലിൻ ഉപയോഗിക്കുന്നത്. ഒരു ഫ്രൂട്ട്സിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രേപ്സിലെല്ലാം ചെറിയ ഗ്രേപ്സിനെ എല്ലാം വലിയ ഗ്രേപ്സ് ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്തിനായിരിക്കും വലിപ്പം കൂട്ടുന്നുണ്ടാവുക? വലിപ്പം കൂട്ടി കഴിഞ്ഞാൽ ഭാരം കൂടും. ഭാരം കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് 1 കിലോ മുന്തിരി എന്ന് പറയുന്നത് സൈസ് വലുതായി കഴിഞ്ഞാൽ എന്താ പറ്റുക? നമുക്ക് കുറച്ചേ കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പ്രൊമോട്ട് സ്റ്റെം എലോങ്ങേഷൻ. സിന്തറ്റിക് ഗിബെർലിനിൽ ഇതിനും ഉപയോഗിക്കും സ്റ്റെം എലോങ്ങേഷൻ. ഈ പറയുന്ന ഷുഗർ കെയിന്റെ സ്റ്റെം വലുതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ചും കൂടി കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഷുഗർ കെയിനിലും ഈ പറയുന്ന ഗ്രേപ്സിലെല്ലാം ഫ്രൂട്ട്സിന്റെ സൈസ് അല്ലെങ്കിൽ സ്റ്റെം കൂടുതൽ വളരുവാൻ വേണ്ടിയിട്ടാണ് സിന്തറ്റിക് ഗിബെർലിൻ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് സിന്തറ്റിക് എത്തിലീൻ. സിന്തറ്റിക് എത്തിലീൻ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ടു മേക്ക് ഫ്രൂട്ട്സ് റൈപ്പൻ യൂണിഫോംലി ഫോർ ദ മാർക്കറ്റ്. മാർക്കറ്റിന്റെ ആവശ്യത്തിനായിട്ട് ഒരേപോലെ പഴുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സിന്തറ്റിക് എത്തിലീൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന പഴങ്ങളില്, തക്കാളിയില്, ഇതിലെല്ലാം എന്ത് ചെയ്യുന്നു? ഫ്രൂട്ട്സിനെ എല്ലാം ഒരേപോലെ തന്നെ മുളപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഹ്യൂമൻ ഹോർമോൺസിനെ കുറിച്ചാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ഹ്യൂമൻ ഹോർമോൺസിനെ കുറിച്ചാണ്. ഇനി ചെടികളിൽ നിന്ന് ആളുകളിലേക്ക്. ഓക്കെ, നമ്മളുടെ ഉള്ളില് എങ്ങനെയാണ് ഈ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എല്ലാം പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മുടെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ് നമ്മുടെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നത്. മെറ്റബോളിസം എന്താന്ന് മറന്നുപോയോ? മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് എന്തിനു വേണ്ടിയിട്ട് നടക്കുന്നത്? നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന എല്ലാ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഫുഡിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നു. ആ എനർജി ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിനെ ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുക. അതിനെയാണ് മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫുഡിനെ എനർജി ആക്കി മാറ്റുന്നു. ആ എനർജിയിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് ചെയ്യുന്നത് ആരാണ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ് അത് ചെയ്യുന്നത്. ഇനി തൈറോക്സിൻ. എന്താണ് തൈറോക്സിൻ? കൺട്രോൾസ് മെറ്റബോളിസം, ബോഡി ടെമ്പറേച്ചർ, ബ്രെയിൻ ഡെവലപ്മെന്റ്. തൈറോക്സിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നു, ബോഡി ടെമ്പറേച്ചർ, പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ഇതെല്ലാം നടത്തുന്നത് ഈ തൈറോക്സിൻ ആണ്. ഇനി അടുത്തതാണ് കാൽസിട്ടോണിൻ. കാൽസിട്ടോണിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? റെഡ്യൂസസ് ബ്ലഡ് കാൽഷ്യം. ബ്ലഡിലുള്ള കാൽഷ്യത്തിനെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് കാൽസിട്ടോണിൻ ഉപയോഗിക്കുന്നത്. തൈറോക്സിൻ ഈസ് ദ മെയിൻ പ്ലെയർ മാനേജിങ് യുവർ എനർജി. നമ്മുടെ എനർജി മാനേജ് ചെയ്യുന്ന പ്രധാന ആൾ ആരാണ്? തൈറോക്സിൻ ആണ്. ഇനി കാൽസിട്ടോണിൻ ഹാസ് എ വെരി സ്പെസിഫിക് ജോബ് ലോവറിങ് കാൽഷ്യം. കാൽസിട്ടോണിന് ഒരൊറ്റ ജോലിയുള്ളത് കാൽഷ്യം കുറയ്ക്കുക എന്നത് മാത്രം. ഓക്കെ, നമ്മുടെ എഞ്ചിനെല്ലാം തകരാറിലായ എന്ത് സംഭവിക്കും? ശരീരത്തിലാകെ തകരാറ് ഉണ്ടാവും. അപ്പോ അത്തരം കുറച്ച് തകർച്ചകളെ കുറിച്ചാണ് പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ എന്ന് വെച്ചാൽ എന്താണ്? റെഡ്യൂസ്ഡ് തൈറോക്സിൻ. ഹൈപ്പോതൈറോയിഡിസം സംഭവിക്കാൻ കാരണം എന്താണ്? തൈറോക്സിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. സിംറ്റംസ് എന്തൊക്കെയാണ്? ലോ മെറ്റബോളിസം, വെയിറ്റ് ഗെയിൻ, ഫാറ്റീഗ്, ഫീലിംഗ് കോൾഡ്. ഇപ്പോൾ കോൾഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ പിത്തം പിടിക്കുക, അല്ലെങ്കിൽ വെയിറ്റ് കൂടുക, അല്ലെങ്കിൽ മെറ്റബോളിസം ലോ ആവുക, ഇതെല്ലാമാണ് സിംറ്റംസ്. തൈറോക്സിൻ കുറവാകുന്നതിന്റെ സിംറ്റംസ് ഇതെല്ലാം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഹൈപ്പോതൈറോയിഡിസം സംഭവിക്കും. ഇനി ഹൈപ്പർ തൈറോയിഡിസം ഇത് ഭയങ്കര ഫാസ്റ്റ്. തൈറോക്സിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൈപ്പർ തൈറോയിഡിസം ആണ് സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്? ഹൈ മെറ്റബോളിസം, ഉയർന്ന തോതിലുള്ള മെറ്റബോളിസം, വെയിറ്റ് ലോസ്, വെയിറ്റ് കുറവ്, പിന്നെ ഹൈ ഹാർട്ട് റേറ്റിന്റെ അളവ് കൂടുതൽ, സ്വെറ്റിംഗ്, വിയർക്കുന്നതും കൂടുതൽ, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിൽ. ഇനി ഗോയിറ്റർ. എന്താണ് ഗോയിറ്റർ? അയോഡിൻ ഡെഫിഷ്യൻസി ഓർ അതർ തൈറോയിഡ് ഇഷ്യൂ. അയഡിന്റെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂ ഉണ്ടെങ്കിലാണ് ഗോയിറ്റർ എന്ന് പറഞ്ഞ സംഭവം, ഗോയിറ്റർ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവുക. എന്തൊക്കെയാണ് സിംറ്റംസ്? ഈ വിസിബിൾ സ്വെല്ലിംഗ് ഇൻ ദ നെക്ക് റീജിയൻ. കഴുത്തിന്റെ ഭാഗത്ത് ഒരു സ്വെല്ലിംഗ് ഉണ്ട്, കാണുന്ന തരത്തിലുള്ളൊരു സ്വെല്ലിംഗ്, അതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഒക്കെയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? തൈറോയിഡ് ഗ്ലാൻഡിലുള്ള രണ്ട് ഹോർമോൺസ് ആണ് എന്ത്? കാൽസിട്ടോണിനും തൈറോക്സിനും. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ചാർട്ട് കാണാം. കാൽഷ്യം ബാലൻസിങ് ആക്ട്. എങ്ങനെയാണ് കാൽഷ്യം ബാലൻസ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ നോർമൽ ആയിട്ടുള്ള കാൽഷ്യത്തിന്റെ അളവ് എന്ന് പറയുന്നത് 9 to 11 വരെയാണ്. അപ്പോ ഇവിടെ ഗ്രാഫ് കണ്ട മനസ്സിലാവും, 11നേക്കാളും മേലെയായി ഗ്രാഫ്.
അപ്പൊ എന്ത് സംഭവിക്കുന്നത്? അത് കൂടുതലായി അല്ലെ, ടു ഹൈ. അപ്പൊ തൈറോയിഡ് എന്ത് റിലീസ് ചെയ്യും? കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്യും. കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതിന്റെ അളവ് എന്ത് ചെയ്യും? കാൽഷ്യത്തിന്റെ അളവ് കാൽസിറ്റോണിൻ ചെറുതാക്കും. അപ്പൊ ഇത് എന്ത് സംഭവിച്ചു? ഇത് 9-നേക്കാളും താഴെയാണ് പോയത്. 9-നേക്കാളും താഴെ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അപ്പോ പാരതൈറോയിഡ് എന്ത് ചെയ്യും? പാരത്തോർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ റിലീസ് ചെയ്തിട്ട് ഇത് എന്താക്കും? സ്റ്റേബിൾ ആക്കും. ഓക്കെ. അപ്പൊ ഹൈ ആയിട്ടുണ്ടായിരുന്ന കാൽഷ്യത്തിന്റെ അളവ് കുറച്ചു. ആര് കുറച്ചു? കാൽസിറ്റോണിൻ കുറച്ചു. ഇനി അത് ലോ ആയപ്പോ, വളരെ ലോ ആയപ്പോ പാരതൈറോയിഡ് എന്ത് ചെയ്തു? പാരത്തോർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ റിലീസ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? ആ കാൽഷ്യത്തിന്റെ അളവ് സ്റ്റേബിൾ ആയിട്ട് മാറി. അതാണ് ഈ ഒരു ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത് ഷുഗർ ബാലൻസിങ് ആക്ട്. നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് ബാലൻസ് ചെയ്യുന്നത്. അപ്പോ നോർമൽ ആയിട്ടുള്ള ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറയുന്നത് 70-100 ആണ്. അപ്പോ ഇവിടെ ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഷുഗറിന്റെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഭയങ്കര ഹൈ ആയിട്ട് മാറി. അപ്പൊ ബീറ്റാ സെൽസ് ഇവിടെ എന്ത് ചെയ്യും? ബീറ്റാ സെൽസ് എന്ന് പറയുന്ന സെൽസ് എന്ത് ചെയ്യും? ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്യും. അപ്പൊ ഭക്ഷണത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ഷുഗർ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. ആ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസിന്റെ അളവ് കുറയും. അപ്പോ ഒരു പരിധി കഴിഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസിന്റെ അളവ് വളരെ കുറവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ റിലീസ് ചെയ്തത്. ഇവിടെ ആൽഫ സെൽസ് ആണ്. ആൽഫ സെൽസ് ആണ് ഇവിടെ എന്ത് ചെയ്യണത്? ഏത് ഹോർമോൺ റിലീസ് ചെയ്യണത്? ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? ഗ്ലൂക്കോസിന്റെ അളവ് കൂടി. അപ്പൊ ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അളവിലെത്തി. അപ്പൊ ഇവിടെ ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇൻസുലിൻ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോ ഇൻസുലിൻ ആരാണ് റിലീസ് ചെയ്യുന്നത്? ബീറ്റാ സെൽസ് ആണ് റിലീസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ആരാണ്? ഗ്ലൂക്കോഗോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ആരാണ് റിലീസ് ചെയ്യുന്നത്? ആൽഫ സെൽസ് ആണ് റിലീസ് ചെയ്യുന്നത്. ഈ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇങ്ങനൊക്കെ ബാലൻസിങ് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റിനും കാണാൻ പറ്റുന്നുണ്ട് ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഷുഗറിന്റെ അളവ് കൂടിയത് കൊണ്ടാണ് ഡയബറ്റീസ് ഉണ്ടാവുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഷുഗർ ബാലൻസ് ഫെയിൽ ആവുന്നത് അല്ലെ? നമ്മുടെ ശരീരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷുഗർ ബാലൻസ് ഫെയിൽ ആവുന്നത്? കാരണങ്ങളിൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ്. അതായത് പ്രധാന ഘടകം തന്നെ ഇതില് ഇല്ലാണ്ടായിരുന്നതാണ്. അതായത് ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ട്രോയ്സ് ഇറ്റ്സ് ഓൺ ബീറ്റാ സെൽസ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ശരീരത്തിലത്തെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? ബീറ്റാ സെൽസിനെ എന്ത് ചെയ്യും? ഇല്ലാണ്ടാക്കും. അപ്പൊ ബീറ്റാ സെൽസ് ആണല്ലോ ഈ പറയുന്ന എന്താണ് ഏത് ഹോർമോൺ? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ബീറ്റാ സെൽസ് തന്നെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇൻസുലിൻ ഉണ്ടാവോ? ഇല്ല. അപ്പൊ ബീറ്റാ സെൽസ് നമ്മുടെ ശരീരത്തിലത്തെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ബീറ്റാ സെൽസിനെ നശിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇൻസുലിനെ കുറയ്ക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ലിറ്റിൽ ടു നോ ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇൻസുലിൻ വളരെ കുറച്ചോ അല്ലെങ്കിൽ ഇൻസുലിൻ തന്നെയോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇതാണ് ആദ്യത്തെ കാരണം. ഇതിനെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ബീറ്റാ സെൽസിനെ ഇല്ലാണ്ടാക്കുന്നതിനെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്താ? ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ദ ബോഡി പ്രൊഡ്യൂസസ് ഇൻസുലിൻ. ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? ബട്ട് ദ സെൽസ് ഡോണ്ട് റെസ്പോണ്ട് ടു ഇറ്റ്. ഇൻസുലിൻ ഉണ്ടായിട്ടും സെൽസ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് അതിനെ വിളിക്കും. ഇൻസുലിൻ എന്ന് റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്നു സെൽസുകൾ. അപ്പൊ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഓഫൺ ലിങ്ക് ടു ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ലൈഫ് സ്റ്റൈല് ശരിയല്ലെങ്കിൽ നമ്മുടെ സെൽസ് ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കും. അതിനെയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? എ പേഴ്സൺ ഹാസ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഒരാൾക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ their blood sugar is high. അല്ലെ? ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, അയാളുടെ ബ്ലഡ് ഷുഗർ വളരെ കൂടുതലാണ്. വാട്ട് ഹോർമോൺ ഡു ദേ നീഡ് ടു ഇൻജെക്ട്? അപ്പൊ ഏത് ഹോർമോണാണ് അയാളിൽ കുത്തിവെക്കേണ്ടത് ഈ ഷുഗറിന്റെ അളവ് കുറയ്ക്കാനായിട്ട്? യെസ്, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് എന്ത് ചെയ്യേണ്ടത്? അയാളിൽ ഇൻജെക്ട് ചെയ്യേണ്ടത്. എന്നാലാണ് ആ ബ്ലഡ് ഷുഗറിന്റെ അളവ് കുറയുകയുള്ളൂ. ഇൻസുലിനാണ് ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി പറയാൻ പോകുന്നത് ദ എമർജൻസി റെസ്പോൺസ്. ഇത് ആരാണ് നടത്തുന്നത്? അഡ്രീനൽ ഗ്ലാൻഡ്. എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും റെസ്പോൺസസ് നടക്കണമെങ്കിൽ അത് നടത്തുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാണുള്ളത്? കിഡ്നിയുടെ മുകളിലായിട്ടുമാണ് ഉള്ളത്. കിഡ്നിയുടെ ടോപ്പിലാണ് അഡ്രീനൽ ഗ്ലാൻഡ് ഉള്ളത്. ഇനി ഇന്നർ മെഡുല, ഇതിന്റെ ലൊക്കേഷൻ ആണ് പറയുന്നത്. ഇനി എന്താണ്? ഹാർട്ട് ആൻഡ് ബി.പി, ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ ഇൻക്രീസ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കാം? എമർജൻസി റെസ്പോൺസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആകും. പിന്നെ എനർജി, ബ്ലഡ് ഗ്ലൂക്കോസ് ഇൻക്രീസ് ടു പ്രൊവൈഡ് ഇൻസ്റ്റന്റ് എനർജി. ഒരു എന്തെങ്കിലും ഒരു അപകടത്തിൽ പെടുകയാണെങ്കിൽ നമുക്ക് ആ നേരത്ത് എന്ത് സംഭവിക്കും? പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് എല്ലാം, ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് എല്ലാം ഇൻക്രീസ് ആകും. പിന്നെ പെട്ടെന്നൊരു ഉന്മേഷം നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും നമുക്ക് പേടി സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ എല്ലാം ഇൻക്രീസ് ചെയ്യുന്നുമുണ്ട്. ഇതെല്ലാം നടത്തുന്നത് ഈ അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. ഇനി അടുത്തത് ബ്ലഡ് ഫ്ലോ. ബ്ലഡ് ഈസ് ഡൈവേർട്ടഡ് ടു മസിൽസ് ആൻഡ് ഹാർട്ട് ആൻഡ് അവേ ഫ്രം സ്കിൻ ആൻഡ് ഡൈജഷൻ. അപ്പൊ ബ്ലഡിന്റെ ഒഴുക്കം മസിലിലേക്കും ഹാർട്ടിലേക്കും കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എവിടെ നിന്നെല്ലാം മാറ്റും? സ്കിന്നിൽ നിന്നും ഡൈജഷനിൽ നിന്നെല്ലാം ബ്ലഡിനെ മാറ്റിയിട്ട് മസിൽസിലെയും ഹാർട്ടിലേക്കും എല്ലാം ഈ ബ്ലഡിനെ കൺവേർട്ട് ചെയ്യും. അതെല്ലാം ചെയ്യുന്നത് ഈ അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. പെട്ടെന്നുള്ള ഒരു എമർജൻസി റെസ്പോൺസ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് അഡ്രീനൽ ഗ്ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഈ അഡ്രീനൽ ഗ്ലാൻഡിന് പുറം ഭാഗവും ഉണ്ട്, ഉൾഭാഗവും ഉണ്ട്. അപ്പൊ അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഉൾഭാഗത്തിനെയാണ് ഇന്നർ മെഡുല എന്ന് പറയുന്നത്. അപ്പൊ അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഇന്നർ മെഡുല, അതായത് അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഔട്ടർ പാർട്ടിനെ അഡ്രീനൽ കോർട്ടെക്സ് എന്നും ഇന്നർ പാർട്ടിനെ അഡ്രീനൽ മെഡുല എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇന്നർ മെഡുല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉൾഭാഗം, അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഉൾഭാഗത്തിന് ഇന്നർ മെഡുല. പിന്നെ ഔട്ടർ കോർട്ടെക്സ്, അഡ്രിനൽ ഗ്ലാൻഡിന്റെ പുറം ഭാഗത്തിന് ഔട്ടർ കോർട്ടെക്സ്. ഉൾഭാഗം ഒരു പെട്ടെന്നുള്ളൊരു എന്താണ് അഡ്രീനൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നർ മെഡുലയില് പെട്ടെന്നൊരു എമർജൻസിക്ക് വേണ്ടിയിട്ട്, പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഷോർട്ട് ടേം സ്ട്രെസ് അല്ലെങ്കിൽ പേടി അല്ലെങ്കിൽ അപകട ഭയം, അതെല്ലാം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നത് ഈ അഡ്രിനാലിന്റെ ഇന്നർ പാർട്ടിൽ നിന്നാണ്. ഓക്കെ, ഇനി അഡ്രീനാലിന്റെ ഔട്ടർ കോർട്ടെക്സിന്റെ ഭാഗം എന്ത് ചെയ്യും എന്നാണ് നമുക്ക് നോക്കുന്നത്. ഈ ഭാഗത്ത് കോർട്ടിസോൾ മാനേജേഴ്സ് ലോങ് ടേം എനർജി, അതായത് ഇവിടെ ഗ്ലൂക്കോസ്, ആൻഡ് സപ്രസസ് ഇൻഫ്ലമേഷൻ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ലോങ് ടേം എനർജിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ലോങ് ടേം എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലൂക്കോസിന്റെ അളവ്, അതെല്ലാം മാനേജ് ചെയ്യുന്നു. ആൻഡ് സപ്രസസ് ഇൻഫ്ലമേഷൻ
ഓർ ഇമ്മ്യൂൺ സിസ്റ്റം. ഇൻഫ്ലമേഷൻസ് ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സപ്രസ് ചെയ്യുന്നതും ഈ ഒരു കോർട്ടിസോൾ വഴിയാണ്. ലോങ് ടേം സ്ട്രെസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഉള്ളിലുള്ള ഹോർമോണായ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോണാണ് ഇതിനെ സഹായിക്കുന്നത്. ഇതിനെല്ലാം സഹായിക്കുന്നത് ഈ ബോഡീനെ ലോങ് ടേം സ്ട്രെസ്സിലെല്ലാം സഹായിക്കുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. അവിടെ എനർജിയുടെ ഇൻക്രീസ് ഉണ്ടാകുന്നു. ഇനി അടുത്തത് പറയുന്നത് അൾഡോസ്റ്റിറോൺ. അൾഡോസ്റ്റിറോൺ ഈ ഹോർമോൺ എന്തിനാണ് സഹായിക്കുക? കൺട്രോൾസ് സാൾട്ട് ആൻഡ് വാട്ടർ ബാലൻസ്. അപ്പോൾ ഉപ്പിന്റെ അളവ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളാണ് അൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ആള്. അൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബ്ലഡ് പ്രഷർ നിലനിർത്തുന്നതും ഈ അൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. ഇനി അടുത്തതാണ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസ് എന്തിനാണ്? കൺട്രോൾസ് സെക്ഷുവൽ ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ ഇൻ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. മെയിൽസിലും ഫീമെയിൽസിലുമുള്ള സെക്ഷുവൽ ഡെവലപ്മെന്റിനെല്ലാം വേണ്ടി സഹായിക്കുന്നതാണ് എന്ത്? ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 3 ഹോർമോൺസിന്റെ പേരുകളാണ് ഒന്ന് കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ, ആൻഡ്രോജൻസ്. ഈ 3 ഹോർമോൺസ് എവിടെയാണ് കാണപ്പെടുക? അഡ്രീനൽ ഗ്ലാൻഡിന്റെ പുറം ഭാഗത്താണ് കാണപ്പെടുക. ഓക്കെ. പിന്നെ അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഉള്ളിലുള്ളത് ആരായിരുന്നു? ഏതൊക്കെ ഹോർമോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഇന്നർ മെഡുലയിൽ എന്തൊക്കെ സംഭവിക്കും? ഹാർട്ട് ആൻഡ് BP, എനർജി ഉണ്ടാക്കും, ബ്ലഡ് ഫ്ലോ കൺവേർട്ട് ചെയ്യും, അതെല്ലാമാണ് പറഞ്ഞത്. ഓക്കെ. അഡ്രീനൽ മെഡുലയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് ഷോർട്ട് ടേം സ്ട്രെസ് എല്ലാം ഷോർട്ട് ടേം സ്ട്രെസ്സിനെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് യുവർ ബോഡി ബയോളജിക്കൽ ക്ലോക്ക്. നമ്മുടെ ശരീരത്തിന്റെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. പുറമേ ഒരു ക്ലോക്ക് ഉള്ളതുപോലെ നമ്മുടെ ശരീരത്തിനും ഒരു സമയ ക്ലോക്ക് ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. അതാണ് എന്ത്? പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ്. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ആണ് ഈ ഒരു പീനിയൽ ഗ്ലാൻഡ്. ദ പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് മെലാറ്റോണിൻ. അപ്പൊ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? പ്രൊഡക്ഷൻ ഇൻക്രീസസ് ഇൻ ഡാർക്ക്നെസ്. അപ്പോ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ, ഈ മെലാറ്റോണിൻ രാത്രിയാണ് അല്ലെങ്കിൽ ഇരുട്ട് സമയത്താണ് ഈ മെലാറ്റോണിൻ ഈ പീനിയൽ ഗ്ലാൻഡ് എന്ത് ചെയ്യാം? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? മെലാറ്റോണിൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. ആൻഡ് ഡിക്രീസസ് ഇൻ ലൈറ്റ്. ലൈറ്റ് ഉള്ള സമയത്ത് എന്ത് സംഭവിക്കും? മെലാറ്റോണിന്റെ അളവ് കുറയ്ക്കും. ഓക്കെ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണരാൻ സാധിക്കും. ലൈറ്റ് ഉള്ള സമയത്ത് മെലാറ്റോണിന്റെ അളവ് കുറയ്ക്കുന്നതുകൊണ്ടാണ് നമുക്ക് എണീക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ലൈറ്റ് ഒക്കെ വെച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരാത്തത്. ഇനി ഇരുട്ടത്താണ് നമ്മൾ ഇരിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം. ഇവിടെ കൊടുത്തിട്ടുണ്ട് മെലാറ്റോണിന്റെ അളവൊക്കെ. അപ്പോ ഉച്ചക്ക് 12 മണിക്ക് എന്തായിരുന്നു മെലാറ്റോണിന്റെ അളവ് 8. രാത്രി 8 മണിയായപ്പോ എന്തായി? 8 എന്നുള്ളത് അതെന്തായി? 25ആയി. പിന്നെ പുലർച്ചെ 4 മണിയായപ്പോ എന്തായി? അതിന്റെ അളവ് 68ആയി. രാവിലെ 8 മണിയായപ്പോ അത് 15. ഓക്കെ. ഇങ്ങനെയാണ് മെലാറ്റോണിന്റെ അളവ് ഇരുട്ടിനനുസരിച്ച് കൂടുന്നതും കുറയുന്നതും. വെളിച്ചമുള്ളപ്പോ മെലാറ്റോണിന്റെ അളവ് കുറയും. ഇതെല്ലാം നോക്കുന്നത് ആരാണ്? പീനിയൽ ഗ്ലാൻഡിലാണ്. പീനിയൽ ഗ്ലാൻഡിലുള്ള മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് ഇതെല്ലാം നോക്കുന്നത്. ഇനിയും കുറെ ഹോർമോൺസ് ഉണ്ട്. അതിലൊന്നാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസസ് തൈമോസിൻ. തൈമോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? തൈമസ് ഗ്ലാൻഡ് ആണ്. എ ഹോർമോൺ ദാറ്റ് ഹെൽപ്സ് യുവർ T സെൽ ഇമ്മ്യൂൺ സിസ്റ്റം മെച്യൂർ. നമ്മുടെ T സെൽ ഇമ്മ്യൂൺ സിസ്റ്റം മെച്യൂർ ആവാൻ വേണ്ടി സഹായിക്കുന്നതാണ്
തൈമസ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് വിശപ്പ്, ഗ്രലിൻ. ഫ്രം ദ സ്റ്റൊമക് ദ ഹങ്കർ ഹോർമോൺ, അല്ലെ? നമ്മുടെ വിശപ്പിന്റെ ഹോർമോൺ എന്ന് പറയാം. അത് ആരാണ് സൃഷ്ടിക്കുന്നത്? ഗ്രലിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ദാറ്റ് ടെൽസ് യുവർ ബ്രെയിൻ. അപ്പൊ നമ്മുടെ ശരീരത്തിനോട് പറയുന്നത് വിശക്കുന്നുണ്ട് എന്ന് അറിയിപ്പിക്കുന്നത് ഈ ഒരു ഹോർമോണാണ്. ഇനി അടുത്തതാണ് ലെപ്റ്റിൻ. ഫ്രം ഫാറ്റ് ടിഷ്യൂ ദ സാറ്റിയേറ്റി ഹോർമോൺ ദാറ്റ് ടെൽസ് യുവർ ബ്രെയിൻ ഐ ആം ഫുൾ. ഈ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ് സംഭവിക്കുന്നത്. ലെപ്റ്റിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോർമോണാണ്. ആ ഹോർമോൺ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഫാറ്റ് ടിഷ്യൂവിൽ നിന്നാണ് ഫോം ചെയ്യണത്. ഫാറ്റ് ടിഷ്യൂവിൽ നിന്നും ലെപ്റ്റിൻ ഉണ്ടാകുന്നു. എപ്പോഴാണ് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുന്നത്? ഫാറ്റ് ടിഷ്യൂ, അതായത് സാറ്റിയേറ്റി ഹോർമോൺ ദാറ്റ് ടെൽസ് യുവർ ബ്രെയിൻ ഐ ആം ഫുൾ. ആ ഫാറ്റ് സെല്ലുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻസിന് ഒരു മെസ്സേജ് കൊടുക്കും. നമ്മുടെ ബ്രെയിനിനോട് ഒരു മെസ്സേജ് പറയും. ഈ ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്തിട്ട് മെസ്സേജ് അയക്കും. ഇന്ന ആള് ഫുൾ ആയിട്ടുണ്ട്, കഴിച്ചത് നിർത്തിക്കോ എന്ന് പറയുന്ന ആളാണ് ഈ ലെപ്റ്റിൻ. അടുത്തത് പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? ഗ്രലിൻ എന്ന് പറയുന്നത് ഇത് വിശപ്പ്. നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നും ആണ് ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. നമുക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുന്നതും ഈ ഗ്രലിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് അതിനുവേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, ഇനി ബിഗ് ബോസ് ഓഫ് ഹോർമോൺസ്. നമ്മുടെ ഹോർമോൺസിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്നവൻ ആരാണ്? സിഇഒ. നമുക്ക് സിഇഒ എന്നൊക്കെ പറയാം. ഹൈപ്പോതലാമസ്. ഓക്കെ, ഹൈപ്പോതലാമസ് ആണ് ഈ ഹോർമോൺസിന്റെ എല്ലാം ഒരു സിഇഒ എന്ന് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം ബ്രെയിനിന്റെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് ഹൈപ്പോതലാമസ്. ഓക്കെ, ബ്രെയിനിന്റെ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. അതെന്താ ചെയ്യുക? ഇറ്റ് കൺട്രോൾസ് ദ എൻറ്റയർ സിസ്റ്റം ബൈ ഗിവിംഗ് ഓർഡേഴ്സ് ടു ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് ഓർഡർ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു എൻറ്റയർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യണത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു എൻറ്റയർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഹൈപ്പോതലാമസ്. ഇനി ഇതിനെ മാനേജ് ചെയ്യുന്ന ആളാരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, ഹൈപ്പോതലാമസ് ഓർഡർ കൊടുക്കും, അതിനനുസരിച്ച് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വർക്ക് ചെയ്യും. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഇതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതിലൊന്നാണ് ഫ്രണ്ട് പാർട്ടിനെ വിളിക്കുന്നതാണ് ആന്റീരിയർ ലോബ് എന്നും, പിന്നെ ബാക്ക് ഭാഗത്തിനെ പോസ്റ്റീരിയർ ലോബ് എന്നും വിളിക്കും. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡില് രണ്ട് ഭാഗമുണ്ട്. ആന്റീരിയർ ലോബ്, ബാക്ക് ഭാഗത്തിനെ പോസ്റ്റീരിയർ ലോബ് എന്ന് വിളിക്കും. ആന്റീരിയർ ലോബ് എന്താണ് ചെയ്യുക? ഇതൊരു ഫാക്ടറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതെന്താ ചെയ്യുക? മേക്സ് ഹോർമോൺസ് ലൈക്ക് ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ ആൻഡ് ട്രോപ്പിക് ഹോർമോൺസ്. ഈ ഹോർമോൺസ് എന്ത് ചെയ്യും? ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാക്കും, പ്രൊലാക്റ്റിൻ ഉണ്ടാക്കും, ട്രോപ്പിക് ഹോർമോൺസ്. ഇപ്പൊ ഇങ്ങനെ ഇത്തരം 3 ഹോർമോൺസ് ആണ് ഈ ആന്റീരിയർ ലോബില് ഉണ്ടാക്കുന്നത്. ഈ പോസ്റ്റീരിയർ ലോബില് എന്താണ്? ഒരു വെയർ ഹൗസ്, ഒരു ശേഖരണ സ്ഥലം എന്നൊക്കെ പറയാം. സ്റ്റോർസ് ആൻഡ് റിലീസസ്. പോസ്റ്റീരിയർ ലോബിൽ എന്താ ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് റിലീസ് ചെയ്യും. ഹോർമോൺസ് മെയ്ഡ് ബൈ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് സൃഷ്ടിക്കുന്ന ഹോർമോൺസിനെയാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഉദാഹരണത്തിന് ADH ആൻഡ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഒക്കെ. ADHും ഓക്സിറ്റോസിനുമാണ് ഈ ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ്. അതിനെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതും റിലീസ് ചെയ്യുന്നതും ഈ പോസ്റ്റീരിയർ ലോബില് വെച്ചാണ്. ഇനി അടുത്തത് ഗ്രോത്ത് ഹോർമോണിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഈ ബാലൻസിങ് ആക്ട്, അല്ലെ? ടു ലിറ്റിൽ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. നമ്മുടെ ചെറുപ്പകാലത്ത് ഈ ഗ്രോത്ത് ഹോർമോൺ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ്വാർഫിസം, കുള്ളന്മാരോ. അപ്പോ ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് ചെറുപ്പത്തിൽ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൈറ്റ് കുറയും. ഇനി ടു മച്ച് കൂടുതലാണെങ്കിലോ, അല്ലെ?
ഡ്യൂറിങ് ചൈൽഡ്ഹുഡിന്റെ നേരത്ത് കൂടുതൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നതാണ് പ്രോസസ് ജൈഗാൻഡിസം ജൈഗാൻഡിസം എന്ന് വിളിക്കും. ചൈൽഡ്ഹുഡിന്റെ കുട്ടിക്കാലത്ത് ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കൂടുതലായി വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരം വളരെയധികം വലുതാവും. അതൊരു ജൈഗാൻഡിസം, ഒരു വലിയൊരു ഹൈറ്റ് സംഭവിക്കും. ഇനി ആഫ്റ്റർ ഗ്രോത്ത് ഫേസ്, ഒരു വളർച്ചയുടെ സമയം കഴിഞ്ഞിട്ടാണ് ഈ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? കോസസ് അക്രോമെഗാലി, അല്ലെ? ഒരു വളർച്ചയുടെ ഒക്കെ ഒരു സമയം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാവുന്നതെങ്കിൽ എക്സസീവ് ഗ്രോത്ത് ഇൻ ഹാൻഡ്സ്, കൈകളില് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവും, ഫീറ്റില്, ജോലിലെല്ലാം ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് സംഭവിക്കും. അതിനെയാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ചൈൽഡ്ഹുഡിന്റെ നേരത്ത് വളരെ കുറവായിരുന്നെങ്കിൽ ഡ്വാർഫിസം എന്ന് പറയുന്നു. ചൈൽഡ്ഹുഡിന്റെ നേരത്ത് വളരെ കൂടുതലായിരുന്നെങ്കിൽ ജൈഗാൻഡിസം എന്നും. ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ടാണ് ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകുന്നതെങ്കിൽ അക്രോമെഗാലി എന്നും പറയും. ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ടാണ് കൂടുതൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാകുന്നതെങ്കിൽ അക്രോമെഗാലി എന്നും പറയും. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് പോലെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഓൾസോ ബി ലൈക്ക് ദിസ്. കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയും നടക്കാം. ഇവിടെ ഒരു കുട്ടി ആലോചിക്കുന്നുണ്ട്, വാട്ട് ഹെൽപ്സ് ദ ആൻഡ്സ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ? ഉറുമ്പുകളെ നേർരേഖയിൽ നടക്കുവാൻ എന്താണ് ഇവരെ സഹായിക്കുന്നത്? ഇതേപോലെ ചെറുപ്പത്തിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവാം, എന്തുകൊണ്ടായിരിക്കും ഈ ഉറുമ്പുകൾ ഇങ്ങനെ നേർരേഖയിൽ? അപ്പോൾ ഫെറോമോൺസ്, എന്താണ് ഫെറോമോൺസ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. Pheromones are chemical substances that are secreted by organisms to their immediate surroundings to facilitate communication with the same species. Same species, അത് പ്രത്യേകം ഓർക്കുക. അവരുടേതായിട്ട് തന്നെയുള്ള ജീവികളിൽ, അതായത് അവരുടേതായിട്ടുള്ള ഒരു സ്പീഷീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ്, അവരുടെ ചുറ്റിലുമുള്ള ഒരു സറൗണ്ടിങ്സിന് പെട്ടെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ആ ഒരു ജീവി സൃഷ്ടിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്ത്? ഫെറോമോൺസ് എന്ന് പറയുന്നത്. അവരുടേതായ തന്നെയായിട്ടുള്ള സെയിം സ്പീഷീസിൽ പെട്ട ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ട്രെയിൽ ഫെറോമോൺ. ട്രെയിൽ ഫെറോമോൺ എന്ന് പറയുന്നതാണ് ഫോർ ട്രെയിൽ മാർക്കിംഗ്. ഉറുമ്പുകളെല്ലാം ഈ ട്രെയിൽ ഫെറോമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് എ പാത്ത് ടു ഫുഡ്. ഭക്ഷണത്തിന്റെ അടുത്തേക്ക് ഒരു വഴി ഉണ്ടാക്കുന്നത് ഈ ഒരു ട്രെയിൽ ഫെറോമോൺ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അലാം ഫെറോമോൺ. അലാം ഫെറോമോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡേഞ്ചർ സിഗ്നൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് പോലെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ട്രെയിൽ ഫെറോമോൺ, അലാം ഫെറോമോൺ. ഇതെല്ലാം ആൻസ് ഉപയോഗിക്കുന്നതാണ് സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ് എല്ലാം കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഇൻസെക്റ്റും മൂത്തും. ഇൻസെക്ട്സിലും മൂത്ത്സും എല്ലാം എന്ത് ചെയ്യും? യൂസ് സെക്സ് ഫെറോമോൺസ് ടു അട്രാക്ട് മീറ്റ്സ്. അവരുടെ മീറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെറോമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെറോമോൺ ഉപയോഗിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടി ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻസെക്റ്റിനെയും മൂത്തിനെയും എല്ലാം ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫെറോമോൺ ഉപയോഗിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഫോർ പെസ്റ്റ് കൺട്രോൾ. ഇവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരുടെ ഇൻസെക്ട്സിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇൻസെക്ട്സിന്റെയും മൂത്തിന്റെ എല്ലാം അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫെറോമോൺ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ സെക്സ് ഫെറോമോൺ വേണ്ടിയാണ് ടു അട്രാക്ട് മീറ്റ്സ്. ഇനി അടുത്തത് ഡോഗ്സ് ആൻഡ് കാറ്റ്സ്. നായ്ക്കളിലും പൂച്ചകളിലും എല്ലാം ടെറിട്ടോറിയൽ ഫെറോമോൺസ് ഉപയോഗിക്കും. ഈ ടെറിട്ടോറിയൽ ഫെറോമോൺസ് എവിടെയാണ്? യൂറിനിലാണ് ഉള്ളത്. അപ്പോ
യൂറിൻ റിലീസ് ചെയ്യുമ്പോൾ ടെറിട്ടോറിയൽ ഫെറോമോൺസ് അതിലടങ്ങിയിട്ടുണ്ട്. ടു മാർക്ക് ദെയർ ടെറിട്ടറി ആൻഡ് ഷോ ദെയർ പ്രസൻസ്. ഈ നായ്ക്കളെല്ലാം എന്ത് ചെയ്യും? അവരുടെ ഒരു ബൗണ്ടറി ഉണ്ട്. അതായത് ഇന്നൊരു ബൗണ്ടറി ഞങ്ങളുടെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അവര് എന്ത് ചെയ്യും? യൂറിൻ പാസ് ചെയ്യും. കാരണം അത് അവരുടെ ഒരു ടെറിട്ടറി ആണെന്ന് മറ്റ് സ്പീഷീസിനോട്, മറ്റ് ഇവരുടെ തന്നെ സ്പീഷീസിനോട് പറയാൻ വേണ്ടിയിട്ട്, അവരുടെ ഒരു സാന്നിധ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത് ഈ പൂച്ചകളും നായ്ക്കളും. അപ്പോൾ അതിനെയാണ് ടെറിട്ടോറിയൽ ഫെറോമോൺ, ടു ഡിറ്റർമൈൻ ദ ടെറിട്ടറി. പിന്നെയുള്ളത് അഗ്രിഗേഷൻ ഫെറോമോൺ ആണ്. അഗ്രിഗേഷൻ ഫെറോമോൺ എന്ന് പറഞ്ഞാൽ എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്. ഫുഡിന്റെ എല്ലാം ഒരു അവൈലബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അഗ്രിഗേഷൻ ഫെറോമോൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇത്രയും ഹോർമോൺസുകൾ അല്ലെ, ഹോർമോണുകളുടെ ഒരു വിളയാട്ടം അല്ലെ, കുറെ ഹോർമോൺസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതെല്ലാം ഒന്നും കൂടി ഒന്ന് നോക്കുക, ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഏതെല്ലാം ഹോർമോൺസ് എവിടെയെല്ലാം ഉണ്ടാകുന്നു, എന്തിനെല്ലാം വേണ്ടിയാണ് ഇത് ഉണ്ടാകുന്നത്, എന്തിനെല്ലാം വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കുക. ഓക്കെ.